തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന, ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇന്ന് ബിഗ് ഫൈറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ഇവിടെ കനത്ത മഴയാണ്. പക്ഷേ ഈ മഴയൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയോ വാദപ്രതിവാദങ്ങളെയോ തണുപ്പിക്കാൻ പോകുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മളോടൊപ്പം ബിഗ് ഫൈറ്റിൽ ചേരുന്നത് LDFന് വേണ്ടി SP ദീപക്, BJPക്ക് വേണ്ടി VV രാജേഷ്, K ശബരിനാഥൻ UDFന് വേണ്ടി അല്പസമയത്തിനകം എത്തും. ആദ്യം ദീപകിലേക്ക്. ദീപക്, പൊതുവെ ആളുകൾ പറയുന്ന വികാരമുണ്ട്, ഒരു ഭരണമാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇരു മുന്നണികളും UDFും NDAയും പറയുന്നുണ്ട്. അതുള്ളതാണോ? അങ്ങനെ ഒരു മാറ്റവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. LDF കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം നഗരസഭ നിലനിർത്തും എന്നുള്ളതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒന്നാം ഘട്ട പ്രചരണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിനകത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 9.5 വർഷം നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നഗരസഭയിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും അതെല്ലാം പൂർണ്ണമായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിനകത്ത് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങളും ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ സാധാരണ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസമാകുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം 62 ലക്ഷം ആളുകൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ 2000 രൂപ പെൻഷനായിട്ടുള്ള വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 35-60 വയസ്സിനിടയിലുള്ളവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് CDS ADS തുടങ്ങിയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ പറയുന്ന തൊഴിലാളികൾക്കുമെല്ലാം 1000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. ഈ യുവജനങ്ങൾക്ക് ഈ തൊഴിൽ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു 1000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1 കോടിയോളം വരുന്ന ആളുകൾ നമ്മുടെ കേരളത്തിനകത്ത് ഈ പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാം സ്വാഭാവികമായിട്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനകത്ത്, പ്രത്യേകിച്ച് ഈ പറയുന്ന നഗരസഭ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്തെല്ലാം വലിയ അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ദീപക് എണ്ണി പറഞ്ഞതെല്ലാം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളാണ്. അതെ, കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്ന് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ നാട്ടിനകത്ത്. ഇപ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് റോഡുകളെല്ലാം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള സ്മാർട്ട് റോഡുകളാക്കി മാറ്റുന്ന കാര്യത്തിനകത്തുള്ള പ്രവർത്തനം, നമ്മുടെ നാട്ടിനകത്ത് വെള്ളം, നമ്മളെ നഗരസഭയ്ക്കകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ സൗജന്യമായി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്കകത്ത് നിരവധി ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നഗരസഭയ്ക്കകത്ത് തന്നെ ഈ പറയുന്ന മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിസ്ഥാനപരമായി നമ്മുടെ ജനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തിനകത്തെ നമ്പർ 1 എന്ന് പറയുന്ന നഗരസഭയായിട്ട് ഈ നഗരസഭ മാറിയിട്ടുള്ളതെന്നുള്ളത് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും മികവിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. രാജേഷ്, ഈ BJPയെ സംബന്ധിച്ചൊരു പ്രസ്റ്റീജാണ് തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ BJPയുടെ ദേശീയ നേതൃത്വം പോലും തിരുവനന്തപുരത്ത് ശ്രദ്ധ വയ്ക്കുന്നുണ്ടാകും. ഒരു 40 എന്നൊരു മാജിക് നമ്പർ കടക്കുമോ BJP കുറി? എത്ര? 40എങ്കിലും. 40എങ്കിലും എന്ന് പറയാൻ കാര്യം? അല്ല, 40 കിട്ടിയാൽ ഭരിക്കാൻ സാധിക്കില്ലല്ലോ. ഭരിക്കാൻ സാധിക്കണമെങ്കിൽ 52-ലപ്പുറം കിട്ടണ്ടേ? അജിംസ്, BJPയുടെ പ്രസ്റ്റീജ് താങ്കൾ പറഞ്ഞല്ലോ, അതിലപ്പുറം ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്റ്റീജ് എന്നതിലപ്പുറം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജീവൻ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം, ഈ കോർപ്പറേഷൻ LDF ഭരണം മാറണം, പുതിയൊരു ഭരണം വരണം. പുതിയൊരു ഭരണം വരണമെങ്കിൽ അത് BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. കാരണം ഓൾട്ടർനേറ്റീവ് BJP ആണ്. ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമാണ്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. രാഷ്ട്രീയ സഹായം നൽകാൻ വേണ്ടി തയ്യാറാണ്. ഞങ്ങൾക്ക് സാധിക്കും. ഈ ഉത്തമ ബോധ്യം ജനങ്ങൾക്കുള്ളപ്പോഴേക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ച് ജനങ്ങൾ പ്രതികരിക്കും. ഇവിടെ നേരത്തെ LDFിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പദ്ധതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ പദ്ധതികളൊക്കെ റിസീവ് ചെയ്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങളോട് ജീവിച്ചിരിക്കണ്ടേ? ഞാൻ മത്സരിക്കുന്ന വാർഡിൽ നിന്ന് രാവിലെ 7 മണി മുതൽ 6:40 വരെ വീട് കയറി ഒരു ഉച്ചയ്ക്ക് അരമണിക്കൂർ വിശ്രമിച്ചു കഴിച്ചാൽ കയറിയിട്ടാണ് ഞാൻ വരുന്നത്. അജിംസി ചർച്ച കഴിഞ്ഞ് എന്നോടൊപ്പം നമുക്ക് നേരെ വാർഡിലേക്ക് പോകാം.
പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും 90% വീട്ടിലും ചെല്ലുമ്പോൾ ആൾക്കാർ ആദ്യം പറയും നിങ്ങൾക്ക് വോട്ട് തരാം, ജയിപ്പിക്കാം, തെരുവ് നായ ശല്യം പരിഹരിക്കാൻ സാധിക്കുമോ? പോകുന്ന വഴികളിലൊക്കെ തന്നെ 6ഉം 10ഉം കുട്ടികളുമായിട്ട് തെരുവ് നായ്ക്ക് എങ്ങനെ നടക്കുകയാണ്. അത് ഇവിടുത്തെ മാത്രം പ്രശ്നമാണോ രാജേഷ്? ഞാൻ പറയട്ടെ, ഇവിടുത്തെ മാത്രം ഇത് പരിഹരിക്കാൻ വേണ്ടി 45 വർഷം ഭരിച്ചിട്ടും LDF നഗരസഭാ സമിതിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വന്ധ്യംകരണം പാളി, അതോടൊപ്പം തന്നെ മറ്റെല്ലാം പാളി. ഈ മഴയുണ്ടല്ലോ, ഈ മഴ കാരണം ഓടകളിലുള്ള വേസ്റ്റ്, ആശുപത്രി മാലിന്യം, ടോയ്ലറ്റ് മാലിന്യം ഇതൊക്കെ ഒഴുകി വീടിനകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം, മാലിന്യ പ്രശ്നം, വെള്ളക്കെട്ട്, ഇതിനിടയിൽ ജീവിക്കുന്ന ഒരു ജനത ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് 55 60 അല്ല, അതിലപ്പുറം സീറ്റിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുവാനുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് 9-ാം തീയതി രാവിലെ ആവാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ജീർണത ബാധിച്ച ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ കഴിഞ്ഞ 5 വർഷം കിടന്ന് ഉറങ്ങിയിട്ടല്ല ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വരുന്നത്. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിൻ്റെ ആ മണിക്കൂറുകൾ തന്നെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ജനാധിപത്യ സഭയ്ക്കുള്ളിൽ ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ തിരുവനന്തപുരത്തെ പ്രതിപക്ഷം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP. ഞാൻ എല്ലാ ചർച്ചകളിലും പറഞ്ഞു, തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉറങ്ങാതെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ 5 വർഷം ജയിലറകളിലായിരുന്നു, പോലീസ് സ്റ്റേഷനിലായിരുന്നു, ആശുപത്രികളിലായിരുന്നു, ലോക്കപ്പിലായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നുറങ്ങി ഞങ്ങൾ സമരം ചെയ്യുകയായിരുന്നു അജിംസെ. ഇതൊക്കെ തന്നെ കോർപ്പറേഷൻ നടന്ന വീട്ടുകാരൻ തട്ടിപ്പിനെതിരെയായിരുന്നു. ഈ കോർപ്പറേഷനിൽ ആനാവൂർ നാഗപ്പൻ ആര്യാരാജനൊരു കത്തെഴുതിയില്ലേ, സഖാവേ ഇവിടെ വേക്കൻസി ഉണ്ട്, നമ്മുടെ പാർട്ടി പ്രവർത്തകരുണ്ടോ, ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള അനധികൃത നിയമനത്തിനെതിരെയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഫണ്ട് തട്ടിയതിനെതിരെയായിരുന്നു. തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിനെതിരെയായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ നടന്ന അഴിമതിക്കെതിരെയായിരുന്നു. അങ്ങനെ നിരവധി അഴിമതി നടത്തിയപ്പോൾ സ്മാർട്ട് സിറ്റി, ഇദ്ദേഹം പറഞ്ഞല്ലോ, സ്മാർട്ട് റോഡുകൾ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുത്തു. 2017 പണം കൊടുത്തിട്ട് 2019 തീർക്കേണ്ട പദ്ധതി 2025 ആയിട്ടും പൂർത്തിയാക്കാതെ തിരുവനന്തപുരത്തെ എല്ലാ റോഡുകളും വെട്ടിക്കുഴിച്ച് ജനങ്ങളെ ബന്ദിയാക്കുന്നതിനെതിരെയായിരുന്നു ഞങ്ങൾ സമരം ചെയ്തത്. ഇത്രത്തോളം സമരം ചെയ്ത 35 കൗൺസിലർമാർ അടങ്ങുന്ന BJPയുടെ പ്രതിപക്ഷ നിരയെ ഈ കോർപ്പറേഷൻ്റെ അധികാരമേൽപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിൻ്റെ വികസന മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായുള്ള പണം തിരുവനന്തപുരത്തേക്ക് തരികയും ചെയ്യും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഈ 2 പാർട്ടികളുടെ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്തെ ഓൾട്ടർനേറ്റീവ് BJP ആണ്. BJPക്ക് അധികാരം നൽകിയാൽ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായിട്ട് തിരുവനന്തപുരം മാറും. ആ അവസരം ജനങ്ങൾക്ക് മുതലാക്കാതിരിക്കുമോ, ജനങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഇത്തവണ ഞങ്ങൾക്ക് ഒരു അവസരം ജനങ്ങൾ നൽകും. ശരി, ശബരിനാഥൻ, നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് 2 മുന്നണികളാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ 3ാമതാണ് ഉള്ളത്. പക്ഷേ ശബരിനാഥനെ പോലുള്ള ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ എന്താണ് UDFന്റെ പ്രതീക്ഷ? ആദ്യമേ തന്നെ ഞാനൊരു പോസിറ്റീവ് നോട്ടിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തോൽപ്പിക്കേണ്ട മുന്നണിയെക്കുറിച്ചല്ല, നമുക്ക് വിജയിപ്പിക്കേണ്ടത് തിരുവനന്തപുരം എന്നുള്ള ഈ നഗരത്തിനെയാണ്. കാരണം കഴിഞ്ഞ ഒരു 40-45 വർഷമായി ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായിരുന്ന തിരുവനന്തപുരം ഇന്ന് മറ്റു പല സൗത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളെക്കാളും നമുക്ക് ഒത്തിരി പിന്നോട്ട് പോയിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ആളുകൾക്ക് ജോലിയില്ല, ആളുകൾ താമസിക്കാനുള്ള സംവിധാനമില്ല, ഏറ്റവും മോശപ്പെട്ട ഫ്ലഡ് മാനേജ്മെൻറ്റ് സംവിധാനമാണ്, ഏറ്റവും മോശപ്പെട്ട എന്താ പറയുക, നമ്മുടെ ഇവിടെ പറഞ്ഞ ചവറെടുക്കുന്നതിൻ്റെയൊക്കെ മാലിന്യ സംസ്കരണ പദ്ധതികളാണ്. ഇവിടെ പാർവതി പുത്തൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരാൾ നമ്മളെല്ലാത്തിനും നമ്പർ 1 ആണെന്ന് ശ്രീ ദീപക്കടക്കം അഹങ്കരിക്കുമ്പോൾ ഈ കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് ജോയ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇവിടെ വേസ്റ്റിലിറങ്ങി എന്തോ കാരണമാവട്ടെ ക്ലീനാക്കാൻ പോയപ്പോൾ അതിൽ മുങ്ങി മരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറം തകരപ്പറമ്പിൽ നമുക്ക് ലഭിച്ചത്. അത് നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അത് നിന്ന് മാറി ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ നഗരമായി തിരുവനന്തപുരത്തെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ അജിംസ് ചോദിച്ചത്, അതിന് തീർച്ചയായിട്ടും എന്നോട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനടക്കം തിരുവനന്തപുരത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള നല്ലൊരു ടീമിനെ നമുക്ക് മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആശാ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാർ മുതൽ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മുതൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള കൗൺസിലേഴ്സ് മുതൽ മിടുക്കരായിട്ടുള്ള ആളുകൾ, ധാരാളം നല്ലൊരു മിക്സായിട്ട് ഇന്ന് UDF മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ 2 മുന്നണികൾക്കെതിരെ പറയുമ്പോൾ ഇടതുപക്ഷം തിരുവനന്തപുരത്തെ തകർത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തിന് വോട്ടില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുകയാണ്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യണം? നേരത്തെ ശ്രീ രാജേഷ് ധാരാളം കാര്യങ്ങളൊക്കെ പറഞ്ഞു, തെരുവുനായ ശല്യം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർ ഉറങ്ങുകയായിരുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. ആദ്യം അദ്ദേഹം പറഞ്ഞു ജീവൻ ഉണ്ടെങ്കിലല്ലേ നയിക്കാൻ പറ്റൂ എന്നുള്ളത്. ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടത് BJP ആളുകളുടെയാണ്. ശ്രീ PV രാജേഷിനോടൊപ്പം അദ്ദേഹത്തെക്കാളും ഉറങ്ങാതെ ഈ കോർപ്പറേഷനിൽ ഇരുന്നൊരു മനുഷ്യനുണ്ട്, ശ്രീ തിരുവല്ല അനിൽ. ഒരുപക്ഷെ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുമ്പോൾ എനിക്ക് നല്ല ബന്ധമുള്ളൊരു ആളായിരുന്നു. കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ പറഞ്ഞ വാർഡിൽ മത്സരിക്കേണ്ട ആളാണ് തിരുമല വാർഡിൽ. ഉറങ്ങാതെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ സമരത്തിൽ നിന്ന് തിരുമല അനിൽ ഇന്ന് ജീവനോട് ഇരിപ്പില്ല. അത് നമ്മളേക്ക് വിട്ട് നിത്യതയിലേക്ക് പോയി. അതുപോലെ തന്നെ BJPയുടെ RSSകാരനായ പ്രവർത്തകൻ സീറ്റ് കിട്ടാത്തത് കൊണ്ടും പാർട്ടിയുടെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഈ സ്വന്തം പാർട്ടിക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. പിന്നെ അവർ പറഞ്ഞു BJPയാണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്, പ്രധാനമന്ത്രി എന്നുള്ളത്. 2 സ്ഥലങ്ങളിൽ ഇവർക്ക് ഭരിക്കാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ നൽകി. ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി. ആ പന്തളം മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ, അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടം, BJPക്കകത്തുള്ള ഇൻഫൈറ്റിംഗ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൈവച്ച് പോകുന്ന രീതിയിലുള്ള ഇൻഫൈറ്റിംഗ്. പിന്നെ ഇവർക്ക് ഒത്തിരി കാലം ഭരിക്കാൻ അവസരം കൊടുത്തൊരു സ്ഥലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പക്ഷേ അജിംസ് അടക്കം നമ്മളെല്ലാം ബൈ ഇലക്ഷൻ എഴുതുന്നതാണ്. ഇവിടെ നിന്ന് പോയ BJPയിലെ ചേട്ടന്മാർ വരെ പാലക്കാട് പോയി ഞെട്ടിപ്പോയി. കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പണ്ട് മറ്റേ സിനിമയെ പറയുന്നുണ്ട് ഞാൻ, പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ടുണ്ടെന്ന് പറയുന്നൊരു ഭീമൻ്റെ കൂടെ ഡയലോഗുണ്ട്. ഇന്നത് പറ്റത്തില്ല. എന്നാണെന്നറിയോ? അവിടെ ലൈറ്റ് ഇല്ല. അതിനേക്കാളും ലൈറ്റ് ഈ ആദിവാസിയൂരായിട്ടുള്ള കോട്ടൂരിൽ അഗസ്ത്യവനത്തിന് നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇവരുടെ ഭരണം മോശമാണെന്ന് ഇവരുടെ ആളുകൾ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ടീമിനെ കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു പടി മുന്നിൽ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ ലെഫ്റ്റ് വേണ്ട, ഇത്തവണ BJPക്ക് സാധ്യത കൊടുക്കേണ്ട, UDF എന്ന് പറഞ്ഞ വിശ്വാസ്യതയുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തിരികെ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ദീപക്, ഈ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ മാത്രം ജനങ്ങളുടെ, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ മാത്രം പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, റോഡ് പണിയുന്നതിന് കമ്മീഷൻ വാങ്ങിയ ഒരു കൗൺസിലറെ നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ഇതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ? നമ്മളിപ്പോൾ പിന്നെ എന്താണ്, ഒരു കൗൺസിലർ തെറ്റ് ചെയ്താൽ വളരെ ഇച്ഛാശക്തിയോടുകൂടി തന്നെ CPM-ൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന BJPയോ കോൺഗ്രസോ തയ്യാറാകുന്നുണ്ടോ? ഇപ്പോൾ പിന്നെ രാജേഷ് ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ പ്രധാനമന്ത്രി ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ തന്നെ നിലവാരം ഉയർത്തിപ്പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എവിടെയെങ്കിലും ജീവിത നിലവാരം ഉയർത്തിപ്പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ? പട്ടിണി സൂചികയ്ക്കകത്ത് എത്രാം സ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം? 121 സ്ഥാനമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പട്ടിണി മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മുടെ രാജ്യം വരുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തരും. എന്താ, ഇവിടെ പോയി പെട്രോളിൻ്റെ വില വർധനവ് രാജ്യത്തെ ഇപ്പോൾ ജനങ്ങളുടെ പുറത്ത് കൊള്ളയടിയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പെട്രോളിനകത്ത് ഈ രാജേഷും ഞാനും എല്ലാം കൂടി ഒരു കാലഘട്ടത്തിൽ ഈ കോൺഗ്രസ് ഭരിച്ച സമയത്ത് പെട്രോൾ, ഡീസൽ, പാചക ഗ്യാസിന് വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തെരുവിൽ കൂടി സമരം നടത്തിയവരാണല്ലോ. അവരധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് പെട്രോളിൻ്റെ വില പകുതിയായിട്ട് കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. 1 രൂപ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായില്ല. പകരം അടിച്ചടിച്ച് കയറ്റി 100 രൂപയുടെ മേളിലേക്ക് കൊണ്ടുവന്ന് ഈ പെട്രോളിനെ അടിച്ച് നാട്ടുകാരെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് വികസന പ്രവർത്തനമാണ് നമ്മൾ ഈ രാജ്യത്തിനകത്ത് നടത്തിയത്? മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഡബിൾ എഞ്ചിനാണ് പ്രവർത്തിച്ചത്. BJP പറയുന്ന പോലെ ഡബിൾ എഞ്ചിൻ പ്രവർത്തിച്ച ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ സ്ഥിതി എന്താണ് ഇന്നിപ്പോൾ? എവിടെയെങ്കിലും ഒരു പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണോ ഈ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം? മൊത്തത്തിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ ഡൽഹിയിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ദേശീയ നേതാക്കന്മാർ, അമേരിക്കയുടെ പ്രസിഡൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് സ്ലം ഏരിയ എന്ന് പറയുന്നത് റോഡ് ഈ പറയുന്നത് പോലെ തന്നെ ഫെൻസ് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ പറയുന്ന പിന്നെ വിദേശ പ്രധാനമന്ത്രിമാർ ഡൽഹിയിലെ വീതികളിൽ കൂടി നടന്നു പോകുന്നത്. അത്ര ഗതികെട്ട രൂപത്തിൽ ആ സ്ലം ഏരിയയിലൊക്കെ ഒന്ന് രാജേഷ് പോയി നോക്കണമല്ലോ. 10 കിലോമീറ്റർ നടന്ന് വെള്ളമെടുക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ഇന്ത്യക്കകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ ആരെങ്കിലും പോയി എവിടെയെങ്കിലും വെള്ളമെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇവിടെ എന്താണ്, ജീവിക്കാൻ നിലവാരമില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, രാജേഷ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളല്ലേ നമ്മുടെ സംസ്ഥാനത്തെ നമ്പർ 1 സംസ്ഥാനം എന്ന് പറയുന്നത്? തെരുവുനായി പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ മാത്രം പ്രശ്നമല്ല, അത് ഇന്ത്യ രാജ്യത്തിനകത്തുള്ള പ്രശ്നമാണ്. ഈ തെരുവുനായി പ്രശ്നം എന്ന് പറയുന്നത് അതൊരു നിയമപ്രശ്നമാണ്. ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി അതിനെ സംബന്ധിച്ച് വിധി വന്നിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച പോലും തികച്ചാകില്ല
ഈ ഒരു നിയമനിർമ്മാണം വന്നിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നാളുകളിൽ നഗരസഭയും ഗവൺമെൻറ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കും. അല്ലാതെ എന്ത് പ്രവർത്തനമാണ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്? നമുക്ക് ആർക്കെങ്കിലും തെരുവുനായി പിന്നെ അവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തിനകത്ത് നിൽപ്പുണ്ടോ? അല്ല ദീപക്, ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിൽ തിരുവനന്തപുരത്ത് ഒരു മോഡൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മോഡൽ എന്ന് പറയാവുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉണ്ടായിരുന്നു. അതിപ്പോൾ നടപ്പിലാവുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ബി ശിവൻകുട്ടി അധികാരത്തിലിരുന്ന സമയത്ത്, മേയറായിരുന്ന സമയത്ത് ഇവിടെ വിളപ്പശാല നമ്മൾ ഒരു സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ തുടങ്ങി. എന്തൊരു പ്രക്ഷോഭമായിരുന്നു നമ്മുടെ നാട്ടിനകത്ത്. ഇവിടെ നിന്ന് നമ്മൾ വേസ്റ്റ് എല്ലാം കൂടി എടുത്ത് നമ്മൾ ഈ പറയുന്ന കണക്ക് വാഹനത്തിനകത്ത് അവിടെ കൊണ്ടുപോയി വിളപ്പശാലക്കകത്ത് ഇത് പരിഹാരം നടത്തി കണ്ടപ്പോഴത്തേക്ക് നാട്ടിൽ എന്തൊരു പ്രതിഷേധമാണ് വന്നത്. ജനങ്ങളെല്ലാം കൂടി ഈ BJPയും കോൺഗ്രസും എല്ലാവരും കൂടി അതിനെതിരെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രശാന്തിന്റെ കാലഘട്ടത്തിലും ഈ ആര്യയുടെ കാലത്തിനകത്തും എല്ലാം നമ്മൾ അത് സെൻട്രലൈസ് ചെയ്യുന്നതിന് പകരം ഡീസെൻട്രലൈസ് ചെയ്തു. ഈ പറയുന്നത് പോലെ തന്നെ അതിന് 10-18 ഇനം പ്ലാസ്റ്റിക്, പിന്നെ ഇരുമ്പ്, അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം തന്നെ ഒരു സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ മാറ്റി വേർതിരിച്ച് 18 എണ്ണം എന്ന് പറയുന്നത് നമ്മൾ മാറ്റി അത് എന്നാണ് ശബരിനാഥ് ചോദിച്ചത്. ഞാൻ പറയട്ടെ, ഈ ശബരിനാഥ് ഒരു കാലഘട്ടത്തിൽ ശബരിനാഥ് മനസ്സിലാക്കേണ്ടത്, ശബരിനാഥിന്റെ നേതാവ് ശശി തരൂർ ഇവിടെ ആദ്യം മത്സരിക്കാൻ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ബാസിലോണിയ നഗരമാക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ വോട്ട് ചോദിച്ച് ആളുകളെല്ലാം കൊണ്ടുവന്ന് വോട്ട് ചെയ്തത് ബാസിലോണിയ നഗരമാക്കൂ എന്ന് പറഞ്ഞ്. എന്തെങ്കിലും ഒരു അനക്കം, വിരലനക്കാൻ വേണ്ടിയിട്ട് പോലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശബരിനാഥ് പറയുന്ന മറ്റൊരു ശബരിനാഥ് ഇപ്പൊ പറയുന്നത് അന്ന് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, അന്ന് ഈ പറഞ്ഞ കോൺഗ്രസ് അധികാരത്തിലിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കണക്ക് തന്നെ ശശി തരൂർ മന്ത്രിയായിരുന്നു. എന്തെങ്കിലും ഒരു തരത്തിനകത്ത് ഇവിടെ ഒരു ബാസിലോണിയ നഗരമാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നീക്കം ഇവിടെ നടത്തിയതായിട്ട് ഇപ്പൊ ശബരിനാഥ് പറയുന്നത് സിംഗപ്പൂർ ആക്കും എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി എത്ര ഒരു 6000 രൂപ വികസന പ്രവർത്തനം 5 വർഷം കൊണ്ട് നഗരസഭയ്ക്കകത്ത് ആകെ ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് തുക എന്ന് പറയുന്നത് 6000 കോടി രൂപയാണ്. ആ 6000 കോടി രൂപയ്ക്കകത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കണം, ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കണം. അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് 6000 കോടി രൂപ വെച്ചിട്ട് സിംഗപ്പൂർ മോഡലിലേക്ക് കേരള മോഡലത്തെ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? കേരളം സിംഗപ്പൂരിനെക്കാട്ടിലും നമ്മുടെ ഈ 10 ലക്ഷം ആളുകളുടെ ജീവിത നിലവാരത്തിനകത്ത് ഏറ്റവും നല്ല നിലവാരത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ്. അതെ, അത് എന്താ ചെയ്യുന്നത്? അതായത് എങ്ങനെയാ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ? വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കണം. അതുപോലെ തന്നെ സാധാരണ പാവപ്പെട്ട ആളുകൾക്കും ക്ഷേമ പ്രവർത്തനത്തിനകത്ത് മുൻതൂക്കം കൊടുക്കണം. ഇത് ഒറ്റയടിക്കൊന്നും ഈ പറയുന്നത് പോലെ തന്നെ ഒരു സിംഗപ്പൂർ ഒന്നും ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. ഒരു പ്രോസസ്സിൽ കൂടി ഇപ്പോൾ ഒരു എന്താണ് പറയുന്നത്, ഒരു കുറേ നല്ല കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നഗരത്തിനകത്ത് നടന്നിട്ടുണ്ട്, ഇനിയും നടക്കാനായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ പറയുന്നത് പോലെ തന്നെ വെറുതെ ഒരു മാനിഫെസ്റ്റോ, നമ്മളൊക്കെ മാനിഫെസ്റ്റോ വയ്ക്കുമ്പോഴത്തേക്ക് വെറുതെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് രാജേഷ്, ഇപ്പോൾ ശബരിനാഥൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉദാഹരണം പാലക്കാടാണ്. പാലക്കാട്ടെ BJP ഭരണം എന്ന് പറഞ്ഞാൽ ഡബിൾ എഞ്ചിനാണ്. അവിടെ അമൃത് പദ്ധതി, കേന്ദ്ര പദ്ധതി നടപ്പാക്കിയതാണ്. അപ്പോൾ പാലക്കാട്ട് ഒരു പിക്ചർ എടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഒട്ടിച്ചാൽ ഇതുപോലെ ആക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് അവർ പറഞ്ഞാൽ നിങ്ങളെങ്ങനെ പ്രതിരോധിക്കും? അല്ല, രണ്ടുപേരും പറഞ്ഞപ്പോഴേ നിങ്ങൾ തിരുവനന്തപുരം, ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, BJP സൂചിപ്പിച്ചു. അതിനുള്ള മറുപടി നിങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും തിരുവനന്തപുരം ടച്ച് ചെയ്തില്ല. ശബരി പാലക്കാട് വഴി, പന്തളം വഴി ശബരി പോയി. ദീപക് അതിലപ്പുറം കടന്ന് ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടാണ് ദീപക് വന്നത്. തിരുവനന്തപുരം ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ശബരി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒറ്റ വാക്കിൽ അഡ്രസ്സ് ചെയ്ത് അവസാനിപ്പിക്കാം. 1-2 സംഭവങ്ങൾ, വേദനാജനകമായ 1-2 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 1-2 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് ദയവേതൊരു കാര്യം പറയാനുള്ളത്, മനുഷ്യർ ഓരോ സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുമ്പോൾ ഒരു നിമിഷം ജീവൻ കൈവിട്ട് പോകും. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആരുടെയും പറയുമ്പോൾ ഇടയ്ക്ക് കയറാറില്ല. അത് കാരണം അവർ പറയുന്നത് കേൾക്കണം, ജനാധിപത്യം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വേദനാജനകം, നമുക്ക് എല്ലാവർക്കും വേദനാജനകമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ആഘോഷിക്കരുത്, അതിനെ രാഷ്ട്രീയമായി ആഘോഷിച്ച് മുതലെടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് വിനയപുരസ്സരം അങ്ങോട്ട് പറയുവാനുള്ളത്. ഞാൻ അതോടെ അത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് സംസാരിക്കുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ്, അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ തിരുവനന്തപുരത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഉദാഹരണങ്ങൾ പറയാൻ തോന്നി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പലയിടത്തും പറയാനുണ്ട്.
ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അത് പറഞ്ഞാൽ വിഷയം മാറി. ഇവർക്ക് രണ്ടുപേർക്കും വിഷയം മാറ്റാം. ഒന്ന്, പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് 42 കൗൺസിലർമാരുണ്ടായിരുന്നപ്പോഴേക്കും CPM നടത്തിയ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്നിട്ട് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയ UDF-നെ ജനങ്ങൾ 42-ൽ നിന്നും 8-ലേക്ക് മാറ്റി. ഇവിടെ MA വാഹിദ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. 42 കൗൺസിലർമാരുണ്ടായിരുന്നു. UDF ഒരു സമരവും CPM-ന്റെ അഴിമതിക്കെതിരെ ചെയ്യാത്തതുകൊണ്ട് ജനങ്ങൾ അവരെ മടുത്ത് കൈപ്പത്തിയിൽ 8 പേർ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മൂലക്കിരുത്തിയവർക്ക് ധൈര്യമില്ല തിരുവനന്തപുരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ദീപക് പറഞ്ഞ എന്താണ്? ഒറ്റ ദിവസം കൊണ്ട് സിംഗപ്പൂർ ആക്കാൻ പറ്റില്ലെന്നാണ്. സിംഗപ്പൂരും ബാഴ്സലോണൊന്നും ആക്കണ്ട, തിരുവനന്തപുരം ആക്കിയത്. ദീപകെ ഒറ്റ ദിവസമല്ല, 45 വർഷം 4.5 പതിറ്റാണ്ട് തന്നിട്ടാണ് പറയുന്നത് പട്ടി കടിക്കുന്നു, മലിനജലം വീട്ടിലേക്ക് ഒഴുകി വരുന്നു എന്ന്. 45 വർഷം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന് സാധിച്ചില്ല. അപ്പോൾ LDF-ന് തിരുവനന്തപുരത്തെ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യമില്ല. UDF-ന് പ്രതിപക്ഷമായ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പന്തളത്ത് പോയി പാലക്കാട് വഴി പിന്നെ പരലോകത്ത് പോയിട്ട് UDF വരുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പോവുകയാണ് ഇന്ത്യക്ക് പുറത്തും. ഞാൻ പറയും, നിങ്ങൾ തിരുവനന്തപുരത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ ഇദ്ദേഹം വികസനം എന്ന് പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം കഴിഞ്ഞ ചർച്ചയിൽ ദീപകിനോട് ചോദിച്ചാൽ ദീപക് മറുപടി ഒന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞു, ദീപക്, നിങ്ങൾ ആശുപത്രികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന ഭക്ഷണ അവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള ഒരു പ്ലാന്റ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന പ്ലാന്റിൽ കൊണ്ടുവന്നാണ് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് എന്ന് കാട്ടിത്തരാമോ? ദീപക് 2 ആഴ്ച ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു പ്ലാന്റ് ഇല്ല. ഇവരെന്താ ചെയ്യുന്നത്? ജനങ്ങൾ കേൾക്കണം. ഈ CPM ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവർ കളക്ട് ചെയ്യുന്ന വേസ്റ്റ്, അതായത് ചുമ്മയൊന്നുമല്ല. ഇപ്പോൾ ഇവിടുത്തെ കടകളിൽ നിന്നൊക്കെ 1 കിലോയ്ക്ക് 7 രൂപ വെച്ചാണ് കളക്ട് ചെയ്യുന്നത്. 7 രൂപ കൊടുക്കണം 1 കിലോ വേസ്റ്റ് എടുത്ത് മാറ്റണം. എന്നിട്ട് ഇവർ ഇതിനെ ചാക്കിൽ കെട്ടി തിങ്കളാഴ്ച ആമയിഴഞ്ഞാൽ തോട്ടിക്കൊണ്ടിടും, ചൊവ്വാഴ്ച പാർവതി പുത്തനാറിലിടും, ബുധനാഴ്ച കിള്ളിയാറിലിടും, വ്യാഴാഴ്ച കരമനയാറിലിടും, അതിൻ്റെ പിറ്റേന്ന് അപ്പുറത്തൊരു വയലിൽ കൊണ്ടിടും. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ ആദ്യം ഇട്ടത് ഒഴുകി 2 കിലോമീറ്റർ താഴെ ചെന്ന് കിടക്കും. ഇതവിടെ ഇടും. ഇവിടുത്തെ നദികൾ നിറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? വണ്ടിയിൽ കയറ്റിയിട്ട് തമിഴ്നാട്ടിലെ തടാകത്തിൽ കൊണ്ട് തള്ളും. ഇങ്ങനെ എന്നിട്ട് പറയും പന്നിക്ക് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, സംസ്കാര സമ്പന്നമായ ഒരു നാട്ടിൽ, ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതികത പുരോഗമിച്ചൊരു നാട്ടിൽ മനുഷ്യരായിട്ടുള്ളവർ പറയും ഞങ്ങൾ പന്നിക്ക് വേസ്റ്റ് കൊടുക്കുകയാണെന്ന്. സർ, ടെക്നോളജി ഉണ്ട്. മനുഷ്യൻ സ്പേസിൽ പോയിട്ട് 289 ദിവസം ശൂന്യാകാശത്ത് പോയി ജീവിച്ച മനുഷ്യർ അവരുടെ യൂറിനും അവരുടെ വിയർപ്പും സ്വെറ്റും അത് പ്യൂരിഫൈ ചെയ്ത് കുടിച്ചാണ് ജീവിച്ചത്. അത്രത്തോളം സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ആര്യ രാജ്യത്തിൻ്റെ ദീപകിൻ്റെ പാർട്ടിയും പറയുന്നത് ഞങ്ങൾ പന്നിക്ക് കൊടുക്കുമെന്നാണ് വേസ്റ്റ്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം നടത്താൻ പറ്റാത്തവർ, ഞാൻ ചോദിച്ചോട്ടെ, കഴക്കൂട്ടം വാർഡിൽ നിന്നും ആരംഭിച്ചിട്ട് നേമം കാരക്കാ മണ്ഡപത്തിന് അപ്പുറത്ത് ജൈവമാലിന്യം അങ്ങനെ നീക്കിയാൽ പോരെ? എന്തോ പന്നിക്ക് കൊടുക്കണ? ഞാൻ ചോദിച്ചു, പന്നിക്ക് വയറിളക്കം പിടിച്ചിട്ട് 1 മാസം പന്നി പറയണം ഞങ്ങൾ ഭക്ഷണം കഴിക്കണില്ല, നിങ്ങൾ എന്ത് ചെയ്യും? പറയണം, മറുപടി പറയണം. അങ്ങനെ നീക്കിയാൽ മതിയോ? മീഡിയ അഭിപ്രായം അതാണ്, പന്നിക്ക് കൊടുക്കണമെന്നാണ്. അങ്ങനെയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മീഡിയ അഭിപ്രായം പറഞ്ഞു പന്നികൾ 1 മാസം പന്നി ഭക്ഷണം കഴിച്ചില്ല, വേസ്റ്റ് എന്ത് ചെയ്യും? അജിംസിന് മാറ്റാൻ പറ്റുമോ? ദിവസം 500 ടൺ വേസ്റ്റ് അജിംസിന് മാറ്റാൻ പറ്റുമോ? അതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ജൈവമാലിന്യം സർ, ഇതൊക്കെ 16-ാം നൂറ്റാണ്ടായിരുന്നു. ഇപ്പോൾ ടെക്നോളജി, ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം യൂറിൻ പ്യൂരിഫൈ ചെയ്ത് മനുഷ്യൻ കുടിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ടെക്നോളജി വളർന്നപ്പോഴേക്കും തിരുവനന്തപുരം BJP ഭരിക്കുന്ന പാലക്കാടല്ലോ ചർച്ച ചെയ്യുന്നത്. പാലക്കാടിന്റെ മാലിന്യം ഒരു കാര്യം ചെയ്യും, തിരുവനന്തപുരത്ത് വന്നിട്ട് ബിഗ് ഫൈസ്റ്റിൽ പാലക്കാട് മാലിന്യ പ്രശ്നമാണ് ചർച്ച ചെയ്യണമെന്ന് അനൗൺസ് ചെയ്യും. നമുക്ക് പാലക്കാട് വിഷയം ചർച്ച ചെയ്യാം. ഞാൻ പറയട്ടെ, നിങ്ങൾ വന്നിരിക്കുന്ന തിരുവനന്തപുരം വിഷയം ചർച്ച ചെയ്യാനാണല്ലോ. നിങ്ങൾക്ക് അത് ഡൈല്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിട്ടാൽ നമുക്ക് പാലക്കാട് ചർച്ച ചെയ്യാം. BJP ഒരു കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഭരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ തിരുവനന്തപുരം എന്ത് അജിംസിന് തിരുവനന്തപുരം ചർച്ച ചെയ്യാനുള്ള ധൈര്യമില്ല? ഞാൻ വേറെ ചോദിക്കട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എവിടെയെങ്കിലും മനുഷ്യന് സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒരു മൂത്രപ്പര കെട്ടി കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് വാ, നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിശാഗന്ധി റോഡിലോട്ട് പോകുന്നിടത്ത് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. 2 രൂപ 5 രൂപ 10 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് സെൻസർ ഉപയോഗിച്ച് അതിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ട് വന്ന് അകത്ത് കയറി മൂത്രം ഒഴിക്കാമെന്നാണ്. ഞാൻ 4 ദിവസം പോയി, 2 രൂപ 5 രൂപയും 10 രൂപയും ഇട്ടതിൻ്റെ സ്പീഡിൽ പൈസ തിരിച്ചു ആ ഡോർ തുറക്കുന്നില്ല. അവിടെ കവടിയാർ വിവേകാനന്ദ പാർക്കിൽ വച്ചിട്ടുണ്ട് 100 കണക്കിന്. എൻ്റെ ദീപക്, നാണമില്ലേ നിങ്ങൾക്ക്? 45 വർഷം കോർപ്പറേഷൻ ഭരിച്ചിട്ട് മനുഷ്യർക്ക് മൂത്രം ഒഴിക്കാൻ ഒരു മൂത്രപ്പര പോലും ഉണ്ടായി കൊടുക്കാത്ത പാർട്ടിയാണ് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഭരണം തരണമെന്നുള്ളത്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ജീർണത പിടിച്ച ഒരു കോർപ്പറേഷനിൽ, ഒരു നഗരത്തിൽ 1 നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന പ്രതിജ്ഞ തിരുവനന്തപുരത്തെ ജനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. എന്തൊരു അഴിമതിയാ സത്യത്തിൽ. ഞാൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അതിനകത്തുണ്ട്. നാണം കെട്ടാണ് അതിനകത്തിരിക്കുന്നത്. കൊതുകിനെ പിടിക്കുന്നതിൽ അഴിമതി, പട്ടിയെ വന്ധ്യം കരിക്കുന്നതിൽ അഴിമതി. ഇപ്പം ദീപക് പറഞ്ഞല്ലോ എന്താ നിയമം ഇപ്പോഴാണ് വന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മേയറായിരുന്ന സമയത്ത് വന്ധ്യംകരണം ആരംഭിച്ചല്ലേ?
അന്ന് വന്ധ്യംകരണം കൃത്യമായിട്ട് നടപ്പിലാക്കിയെങ്കിൽ പട്ടികൾ എന്നേ തീർന്നു പോയനെ. ശിവൻകുട്ടി വന്ധ്യംകരണം നടത്തി, ജയൻ ബാബു നടത്തി, ചന്ദ്ര നടത്തി, ചന്ദ്രിക നടത്തി, ആര്യ നടത്തി, പ്രശാന്ത് നടത്തി. പണ്ട് വന്ധ്യംകരിക്കുന്നതിന് മുമ്പ് 3 പ്രസവിച്ചുകൊണ്ടിരുന്ന പട്ടി അതിനുശേഷം ഇപ്പോൾ 30 പ്രസവിക്കുന്നത്. ഇതാവസ്ഥ. വന്ധ്യംകരണത്തിൽ പോലും, തെരുവ് നായ്ക്കളെ വന്ധ്യംകരണത്തിൽ പോലും അഴിമതി നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഒരു നിമിഷം കൂടുന്ന് മാറ്റണം. ഞാൻ ഒരു കാര്യം പറയാം, 5 വർഷവും കൂടി ഈ CPM ഈ കോർപ്പറേഷൻ ഭരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളുടെ എണ്ണമായിരിക്കും തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രസവിച്ച് കൂട്ടേണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സംവിധാനം. സ്മാർട്ട് സിറ്റി റോഡ് പൂർണ്ണമായിട്ടും അഴിമതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സ്മാർട്ട് സിറ്റി റോഡ് പണി കഴിഞ്ഞാൽ മാൻഡേറ്ററി അല്ലേ അതിൻ്റെ സൈഡിൽ ഡക്റ്റ് നിർമ്മിക്കണം? എന്താണ് റോഡ് എപ്പോഴും വെട്ടിക്കുഴിക്കാൻ സമ്മതിക്കാതെ കേബിളുകൾ, നെറ്റ് കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ അതൊക്കെ പോകാൻ വേണ്ടി എൻ്റെ സൈഡിൽ ഡക്റ്റ് നിർമ്മിക്കണം. ആ ഡക്റ്റിലൂടെ പോകുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് വന്നാൽ റോഡ് കുഴിക്കേണ്ട. ഇവരെന്താണെന്ന് ചെയ്തത്? ഒറ്റയിടത്ത് ഡക്റ്റ് നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ഈ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ നോർക്കയുടെ ഉൾപ്പെടെ മുമ്പിൽ വെട്ടിക്കുഴിക്കേണ്ടി വന്ന്. ഒരു സംശയവും വേണ്ട, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ റോഡ് സകലതും പൊളിക്കേണ്ടി വരും. എല്ലായിടത്തും പണി വന്നിട്ടുണ്ട്. ഡക്റ്റ് നിർമ്മിക്കാതെ അതിൻ്റെ പണവും കൂടി കോൺട്രാക്ടർമാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചവരാണ് ഇവർ. ഈ വിമൻസ് കോളേജിന്റെ 2 ഗേറ്റിനും ഇടയ്ക്ക് ഒരു സ്ത്രീ സൗഹൃദ ഇടനാഴി എന്ന് പറഞ്ഞിട്ട് രാഖി രവികുമാർ ഡെപ്യൂട്ടി മേയറും VK പ്രശാന്ത് മേയറും ആയിരുന്നപ്പോഴേക്കും ഒരു സംഭവം ചെയ്തു വെച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ തണൽ വിരിച്ച് കിടക്കുന്ന മരങ്ങളുള്ളതിൻ്റെ അടിയിൽ എന്തിനാ ഒരു സ്ത്രീ സൗഹൃദ ഇടനാഴി? ആ 93 ലക്ഷം രൂപയാണ് കോർപ്പറേഷൻ ബില്ല് എഴുതി മാറിയത്. ദീപകിനറിയാം, മുൻ SFI പ്രവർത്തകനായിരുന്ന അനൂപ് ബാലേന്ദ്രൻ, നിങ്ങളുടെ വാഴോട്ട് പോണ LC സെക്രട്ടറി ആയിരുന്ന ബാലേന്ദ്രേട്ടൻ്റെ അനൂപ് ബാലേന്ദ്രൻ, ഏഷ്യാനെറ്റിലെ അനൂപ് പോയിട്ട് ഇത് നിർമ്മിച്ച കോൺട്രാക്ടറെ കണ്ടിട്ട് ചോദിച്ചു, ഇത് എത്ര രൂപയ്ക്ക് നിർമ്മിക്കാം? വിമൻസ് കോളേജിൻ്റെ അവിടെ ചെയ്തതുപോലെ എത്ര രൂപയ്ക്ക്? അയാൾ പറഞ്ഞ 5 ലക്ഷം രൂപയ്ക്ക് തീർത്ത് തരാം. 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സംഭവം 93 ലക്ഷം രൂപയ്ക്കാണ് രാഖി രവികുമാറിന്റെ വാർഡ് ചെയ്തിരിക്കുന്നത്. 88 ലക്ഷം രൂപ അതിൽ കൊള്ളയടിച്ചു. എൻ്റെ മൊബൈലിലുണ്ട് ആ കോൺട്രാക്ടറുടെ ശബ്ദം. ഇപ്പോൾ വേണേൽ ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചു തരാം. എന്നിട്ട് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ മുകളിലിരുന്ന സോളാർ പാനൽ അവിടെ കൊണ്ടുപോയി ഈ സോളാർ പാനൽ ഉൾപ്പെടെ ഉള്ള ഒരു ഇളക്കി പറ്റി ആക്രി സാധനം പോലും അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനത്തെ ഇവിടെ ഇനി വച്ചുകൊണ്ടിരിക്കാമോ? ലിപ്സ്റ്റിക് ഇടുന്നത് പോലെയാണ് ടാർ ഇടുന്നത്. ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയത്തെ ഇടുകയുള്ളൂ. മഴയത്തെ ടാർ ഇടുകയുള്ളൂ. എന്നിട്ട് പറയും മഴയാണ്ട് പൊളിഞ്ഞു പോയെന്ന്. മഴ വരുന്നവരെ കാത്തിരിക്കും. പിന്നെ ഞാൻ 5 വർഷം കൊണ്ട് കൗൺസിലറാണ്. എനിക്ക് നന്നായിട്ടറിയാം അതിനകത്ത് കിടക്കുന്ന സകല മനുഷ്യർക്ക് കട്ടിൽ കൊടുക്കും. പാവപ്പെട്ട ഒരു കട്ടിൽ സൗജന്യമായിട്ട് വാങ്ങിക്കുന്നവൻ, ഒരു നിവർത്തിയില്ലാത്തവനാണ് കട്ടിൽ സൗജന്യമായിട്ട് വാങ്ങിക്കുന്നത്. കട്ടിൽ കൊടുക്കുമ്പോഴല്ലേ ഈ മുക്കമ്പാലയുടെ തടി ഉൾപ്പെടെയുള്ള തടികളാണ് അടിച്ച് കട്ടിലുണ്ടാക്കുന്നത്. ഉളുപ്പ് കയറിയിട്ട് 3 മാസം കഴിയുമ്പോൾ കട്ടിൽ ഒടിഞ്ഞു വീഴും. കോഴിയെ കൊടുക്കും, മുട്ടയിടാത്ത കോഴിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ സകലത്തിലും യാതൊരു നാണവുമില്ലാതെ അഴിമതി കാട്ടിക്കൂട്ടുന്ന ഒരു കൂട്ടമായിട്ട് സകലത്തിലും കൈയിട്ട് വാഴുന്ന അഴിമതി. ഇപ്പൊ വോട്ട്, ഞാൻ ചോദിക്കട്ടെ, വോട്ട് വെട്ടിമാറ്റുന്നു. എന്ത് നാണം കെട്ടിടപാടാ? നിങ്ങൾ ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യ്. ഞാൻ പറയട്ടെ, കള്ളവോട്ട് പറയാം. കഴിഞ്ഞ തവണ ഞങ്ങളുടെ വഞ്ചൂർ, ഞാൻ താമസിക്കുന്ന വാർഡിൽ മത്സരിച്ച ജയലക്ഷ്മി, ഈ ജയലക്ഷ്മിയുടെ വീട്ടിൽ ജയലക്ഷ്മിയും പ്രേംകുമാറും ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ മകനേ ഉള്ളൂ. അവിടെ ഒരു സെയ്താലിയുടെ വോട്ടുണ്ട്. ജയലക്ഷ്മിക്ക് പറഞ്ഞൂടെ, പ്രേംകുമാർ പറഞ്ഞൂടെ, ഈ സെയ്താലിയാണ്. പക്ഷേ സെയ്താലി എല്ലാ വർഷവും വോട്ട് ചെയ്തിട്ട് പോകും. ഇത് വെട്ടിമാറ്റൂല. ആരാണ് ഇത് ചെയ്യണത്? അവിടെ വഞ്ചൂർ റോഡ് അടച്ചിട്ട്, ഹൈക്കോടതി ഇടപെട്ട് റോഡ് അടച്ചിട്ട് സ്റ്റേജ് കെട്ടിയ ഒരു CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ടല്ലോ. റോഡ് നടക്കാം. ഞാൻ പറഞ്ഞോട്ടെ, റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി പൊതുയോഗം നടത്തിയില്ലേ? ഈ LC സെക്രട്ടറിയാ. ഈ LC സെക്രട്ടറിയുടെ വാർഡിലെ, അല്ല ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വാർഡില് 100 കണക്കിന് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. വോട്ട് വെട്ടിമാറ്റുക, കള്ളവോട്ട് ചേർക്കുക, വാർഡ് വിഭജനം നടത്തുക, അഴിമതി നടത്തുക. ഞാൻ ചോദിക്കട്ടെ, വീട്ടുകാരാ, സാധാരണക്കാരെ അടയ്ക്കുന്ന വീട്ടുകാരെ ഇവർ തട്ടിയെടുക്കണം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു തീരുമാനമെടുത്തു. ഞാൻ ഉൾപ്പെടെ 30 ദിവസം സത്യാഗ്രഹം കിടന്നു. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്ക്, BJP അജിറ്റേഷൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ അടിച്ചു നോക്ക്, വീട്ടുകാരൻ തട്ടിപ്പെന്ന് അടിച്ചു നോക്ക്. ഒഴുകി വരുന്ന സമരങ്ങൾ. അവസാനം 20 ദിവസം സത്യാഗ്രഹവും 9 ദിവസങ്ങൾ ഉപവാസവും കിടന്ന് ഞങ്ങളുടെ ഉപവാസം ടൈറ്റായ ഗവൺമെന്റിന് മനസ്സിലായി ആരെങ്കിലും മരണപ്പെട്ടു പോകുന്നുള്ള റിപ്പോർട്ട് കിട്ടി. ഇവർ അന്വേഷണം നടത്തി. ദീപകെ, നേമം സോണൽ ഓഫീസ് സൂപ്രണ്ടും നിങ്ങളുടെ KMCSUവിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ശാന്തിയെ കണ്ടുപിടിച്ച് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. 38 ലക്ഷം രൂപയാണ് പാവപ്പെട്ടവർ അടയ്ക്കുന്ന വീട്ടുകാരം ശാന്തി ഉൾപ്പെടുന്ന CPM നേതാക്കന്മാർ തട്ടിയെടുത്തത്. ആ ശാന്തിയെ അറസ്റ്റ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വന്നു. ഇവർ പറഞ്ഞ ശാന്തി അറസ്റ്റ് ചെയ്തില്ലേ? ഞങ്ങളുടെ സമരം കൊണ്ട്. നിങ്ങളുടെ KMCSUവിന്റെ നേതാവാണ് സാറേ ശാന്തി, സഖാവ് ശാന്തി. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ തടിച്ചു കൊഴിച്ചിരിക്കുക. ഈ ഇലക്ഷനിൽ ഇപ്പം എവിടെയൊക്കെ വോട്ട് വെട്ടി മാറ്റിയില്ലേ? സുരേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട്. 23 വർഷമായി സർവീസ് കയറിയിട്ട് ഒരു ദിവസം പോലും വേറെ ഓഫീസിൽ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടില്ല. എവിടെ പോയാലും ഇവർ തിരിച്ചുകൊണ്ട് എന്തിനാണ് ഈ കള്ള വോട്ട് നടത്താൻ, ഈ കള്ള ഇലക്ഷൻ നടത്തുവാനും? അഴിമതിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ബിഗ് ഫൈറ്റിൽ ആരോപണ പ്രത്യാരോപണങ്ങളാണ് രൂക്ഷമായി മുഴങ്ങുന്നത്. കാരണം 2 പ്രതിപക്ഷത്തെയാണ് ഭരണപക്ഷത്തിന് നേരിടാനുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ശബരിയിലേക്ക് വന്നു. ശബരി, ഈ രാജേഷ് ഇത്ര ശക്തമായി സംസാരിച്ച് കേട്ടു. ശക്തമായി സംസാരിക്കുന്ന അവർ ഉറങ്ങാതെ സമരം ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദ്യം അതിലുണ്ട്.
അല്ല, തീർച്ചയായിട്ടും ശ്രീ രാജേഷൊക്കെ ഉറങ്ങാതെ സമരം ചെയ്യുമ്പോൾ അതേ സമയത്ത് കോർപ്പറേഷന് വെട്ടിപ്പിനെതിരെ ഇവിടെ മെഡിക്കൽ കോളേജിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ 56 ദിവസത്തെ സമരം അതേ സമയത്ത് UDF നടത്തിയിട്ടുണ്ട്. അവസാനം അന്ന് ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അടക്കമുള്ള മേയർ അടക്കമുള്ള ആളുകളുടെ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു അന്ന് ശ്രീ DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവിയും ശ്രീ രാജേഷ് അടക്കം ഒരുമിച്ച്, മേയറില്ല ശ്രീ വി ശിവൻകുട്ടിയും ശ്രീ MP രാജേഷ് നടത്തിയ സമരത്തിൽ അവസാനം അത് സെറ്റിൽമെന്റ് ആയത് ശ്രീ രാജേഷും ശ്രീ പാലോട് രവി അടക്കമുള്ള ആളുകൾ പോയിട്ടാണ് ആ സമരം തീർത്തത്. അതിന്റെ ഭാഗമായി ചില നടപടികൾ കൂടി സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഞാൻ സിംഗപ്പൂർ മോഡൽ എന്ന് ഏതോ ഒരു ചാനൽ പറഞ്ഞത്, ഞാനതിൻ്റെ അടിസ്ഥാനം പറഞ്ഞത് മറ്റൊരു മോഡൽ നമുക്ക് ആവശ്യമില്ല, നമ്മുടെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ ഞാനൊരു കാര്യം അംഗീകരിക്കുന്നു, നമുക്കെല്ലാം അറിയില്ല, നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കാൻ നോക്കണം എന്നുള്ളൊരു ഉദാഹരണത്തിലാണ് സിംഗപ്പൂർ ഉദാഹരണം പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാം മികച്ച ആളുകളാണ്, നമ്മളെല്ലാം ആള് തികഞ്ഞ ആളുകളാണെന്ന രീതിയിലുള്ള ആ നയം നമുക്കൊരിക്കലും രാഷ്ട്രീയത്തിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകത്തില്ല. കേരളത്തിൽ കുറേ കാര്യങ്ങൾ നല്ലതുണ്ട്, മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സിന് വലുപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കോർപ്പറേഷനിൽ കഴിഞ്ഞ 45 വർഷമായിട്ട് തെറ്റുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ അവസാന 5 വർഷത്തിൽ ഓഡിറ്റ് വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം നമ്മൾ 55% നമ്മൾ മൊത്തം പണം ചിലവാക്കിയിട്ടുള്ളത്. ചില വകുപ്പുകളിൽ ST അടക്കമുള്ള ചില വകുപ്പുകളുടെ നമ്മൾ ആകെ മൊത്തമുള്ള തുകയുടെ ചിലവാക്കൽ നോക്കുകയാണെങ്കിൽ 50% താഴെയാണ്. അപ്പോൾ തന്ന ഫണ്ടുകൾ പോലും പൂർത്തിയാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞ ഈ സ്മാർട്ട് സിറ്റി റോഡ്, നമ്മുടെ ഈ കൊട്ടിഘോഷിച്ച് ഉണ്ടാക്കിയ 150 കോടി റോഡ് ശ്രീ മുഹമ്മദ് റിയാസ് ഒരു തവണ ശ്രീ ദീപക് വന്ന് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ ഇലക്ഷന് മുമ്പ്. ശ്രീ മുഹമ്മദ് റിയാസ് തൊട്ടപ്പുറത്ത് ആ പ്രതിമയോട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇനി ഈ റോഡ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ്, എന്നാൽ കുഴിച്ച് പൊളിക്കേണ്ടെന്ന് പറഞ്ഞ് റീല് കേരളം മൊത്തം ഓടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ നോർക്കയുടെ ഓഫീസിൻ്റെ ഇവിടെ പോയാൽ ഡക്റ്റ് വിടില്ല, ഇതെല്ലാം വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വീണ്ടും കുഴിക്കേണ്ടി വരും. ആ സ്മാർട്ട് സിറ്റി റോഡിൽ 150 കോടി രൂപയുടെ റോഡിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് വേണമെങ്കിൽ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാം. ആ സൈക്കിൾ ട്രാക്ക് എന്ന് വെച്ചാൽ ഈ വെള്ള ലൈൻ കാണുന്ന പോലെ ഒരു പച്ച നിറത്തിൽ ഒരാൾക്ക് ഒരു കാല് വെച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് സൈക്കിൾ ട്രാക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇട്ടേക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സ്മാർട്ട് റോഡ്? അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്, ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ LDFനുണ്ട്. പിന്നെ BJPയുടെ കാര്യം, മോദിജി 45 ദിവസത്തിൽ വരുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇതേ കാര്യങ്ങൾ പന്തളത്തും പാലക്കാട് ചെയ്തില്ല? ഒരു കാര്യം എന്തായാലും ശ്രീ രാജേഷ് സമ്മതിച്ചു, പാലക്കാട് മോശമാണ് അദ്ദേഹം സമ്മതിച്ചു. കാരണം അദ്ദേഹം അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഈ മൂത്രപ്പുരയുടെ കാര്യം പറഞ്ഞപ്പം ഈ ഹൈടെക് മൂത്രപ്പുരയൊക്കെ, പൂജപ്പുരയാണെങ്കിൽ വലിയ ഗ്രൗണ്ടൊക്കെ ഉള്ള സ്ഥലമായിരുന്നു, പൂജപ്പുര മൈതാനം ഗ്രൗണ്ട്. അപ്പോൾ അങ്ങേക്ക് വേണമെങ്കിൽ ഈ മോദിജിയുടെ ഫണ്ട് കൊണ്ടോ അങ്ങയുടെ ഫണ്ട് കൊണ്ടോ ഈ ഹൈടെക് മൂത്രപ്പുര അവിടെ നിന്ന് പരീക്ഷിക്കാൻ വരുന്നത് ഒരു മോഡലായിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത കമ്മിറ്റിക്ക് എടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വികസന മോഡൽ നമുക്ക് വേണം. അത് നമുക്ക് എല്ലാം അറിയില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കാവുന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് മാത്രമാണ് എനിക്കിവിടെ നൽകാനുള്ളത്. വെറും വ്യക്തി രാഷ്ട്രീയം, പഴയ രാഷ്ട്രീയം കൊണ്ട് ഒരു നഗരത്തിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കലെന്ന് മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത്. ശരി, പ്രേക്ഷകർക്കും എന്തോ ചോദിക്കാനുണ്ട്. എൻ്റെ പേര് നന്ദൻ എന്നാണ്. ഞാൻ ഈ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് BJPയുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രാജേഷിനോടാണ് ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് ചില നഗരസഭ, സ്വാഭാവികമായിട്ടും BJP ഭരിക്കുന്ന അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന നഗരസഭ, നിങ്ങൾ ഇത് ഈ ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രകടന പത്രിക, അതായത് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന ഇടങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്നടക്കം പറഞ്ഞു വെച്ചാണ് നിങ്ങൾ ഭരണത്തിലേക്ക് അവിടെ വന്നിട്ടുള്ളത്. അപ്പം അത് എത്രത്തോളം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പൊതുവേദിയിൽ, ഇപ്പോൾ ശബരിചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുവേദിയിൽ വന്ന് സ്വയം നിങ്ങളുടെ ഭരണം മോശമാണെന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ പാലക്കാട് നഗരസഭയ്ക്കകത്തുള്ള ഉൾപ്പെടെ നിങ്ങളുടെ നഗരസഭയ്ക്കകത്തുള്ള ഭരണം തന്നെ മോശമാണെന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ നിങ്ങളടങ്ങുന്ന ഈ പറയുന്ന BJPയുടെ ഭരണസമിതി ഒരു പുതിയ മുദ്രാവാക്യമാണ് ഈ തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല കേരളത്തിലെ എമ്പാടും നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യം, മാറാത്തത് മാറും. എന്താണ് ഈ മാറാത്തത് മാറും എന്നുള്ളതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ആദ്യം കുറയ്ക്കൂ. ഞാനത് മറുപടി പറയാം. പന്തളവും പാലക്കാട് നഗരസഭ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ 2 നഗരസഭകളിലും അവരിടക്കിയ പ്രകടന പത്രിക, ആ പ്രകടന പത്രികകൾ 100% അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അമൃത് പദ്ധതി, അതായത് കൃഷ്ണകുമാർ വൈസ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ, ആ സമയത്ത് ആദ്യം ഞങ്ങൾക്ക് ഭരണം കിട്ടിയ സമയത്ത്, ആ സമയത്ത് പ്രമീള ശശിധരനൊക്കെ ചെയർപേഴ്സൺ ആയ സമയത്ത്
ഏറ്റവും നന്നായിട്ട് അമൃത് പദ്ധതി നടപ്പിലാക്കിയത് പാലക്കാട് നഗരസഭയിലാണ്. അവാർഡ് കിട്ടിയിട്ടുണ്ട്. പന്തളം നഗരസഭ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സമയത്ത് BJPയുടെ ഒരു നഗരസഭ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ 2 നഗരസഭകളും വൻ ഭൂരിപക്ഷത്തിൽ BJP തിരിച്ച് അധികാരത്തിൽ വരും. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് ദയവ് ചെയ്ത് വ്യാഖ്യാനിക്കുക. അങ്ങൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു എന്ന് ആരോപിക്കാവുള്ളൂ. ഞാനത് വിട്ടു. ഇനി താങ്കൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പരാമർശിക്കുന്നില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 2014 മുതൽ നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും ശരി തന്നെ, ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടിയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി താങ്കൾ ഈ 2 ചോദ്യം എന്നോട് ചോദിച്ചോളൂ. താങ്കൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലെത്തിയാൽ മാതൃകാപരമായിട്ട് നിങ്ങൾ ഉൾപ്പെടുന്ന ചെറുപ്പക്കാരെ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ മികച്ച ശമ്പളത്തിന് ജോലി ലഭിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരു ആശങ്കയും വേണ്ട മോനെ. 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് 2030 ആകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരസഭ തിരുവനന്തപുരം ആക്കുവാനുള്ള എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായുള്ള ഫണ്ട് തരികയും ടെക്നോളജിക്കൽ അഡ്വൈസ് തരികയും ചെയ്യും. ക്രെഡിബിലിറ്റിയാണ് അവർ ചോദിക്കുന്നത്. അതിന്റെ കാരണം ഇപ്പോൾ BJP ഭരിക്കുന്ന എത്രയോ നഗരസഭകളും കോർപ്പറേഷനും ഇന്ത്യയിലുണ്ട്. അവ ഏതെങ്കിലും ഇങ്ങനെ നമ്പർ 1 ആയോ എന്നാണ് അവർ ചോദിക്കുന്നത്. പറയാം. അങ്ങ് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ അങ്ങനെ അഭിനന്ദിക്കുകയാണ്. കാരണം എനിക്കൊരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യത്തെ ഉത്തരം പറയാൻ അവസരം കിട്ടിയുള്ളൂ. 4 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി. ഞങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്ന 3 കാര്യങ്ങൾ. 1, തെരുവ് നായ്ക്കളെ 1 വർഷത്തിനകം ഷെൽട്ടറിൽ അടയ്ക്കും. 2, മാലിന്യ പ്രശ്നം പരിഹരിക്കും. 3, വെള്ളക്കെട്ട് പരിഹരിക്കും. 4, വീടില്ലാത്ത സാധാരണക്കാരായ പാവപ്പെട്ട 20,000 പേർ തിരുവനന്തപുരത്തുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും ഫണ്ടും ബാക്കി CSR ഫണ്ട് എത്രത്തോളം ലഭിക്കാൻ സാധിക്കും അതും ഉപയോഗിച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് തിരുവനന്തപുരത്തുള്ള അർഹരായ എല്ലാവർക്കും വീട് സ്ഥലവും നൽകും. ഞങ്ങൾ ആദ്യം പറഞ്ഞ തെരുവുനായ് മാലിന്യ പ്രശ്നം വെള്ളക്കെട്ട് പരിഹരിക്കുന്നതോടുകൂടി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വാഗ്ദാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭിച്ചില്ലെങ്കിലും ഈ പദ്ധതിക്ക് തടസ്സം വരില്ല എന്ന് ഞാൻ വാഗ്ദാനം തരികയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്. ഞാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കും, കോർപ്പറേഷന്റെ ഫണ്ട് ഉണ്ടാകും, അഡീഷണൽ ഫണ്ട് ഞങ്ങൾക്ക് കണ്ടെത്തുവാനുള്ള മെക്കാനിസം ഉണ്ട്. നിയമവിധേയമായിട്ട് കണ്ടത് ഞങ്ങൾ നൽകും. നിങ്ങൾക്ക് എന്തിനാണ് തർക്കം? ഇനി ഈ 3-4 കാര്യങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ തിരുവനന്തപുരം വളരാൻ ആരംഭിക്കും. ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന 4 കാര്യമാണ്. ഇവരുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണം. 1, തിരുവനന്തപുരത്തിന് അനന്തമായ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്ത് അങ്ങ് ചോദിച്ചല്ലോ. അതിൻ്റെ ആദ്യത്തെ ഉത്തരം, മുംബൈ പോർട്ടിനേക്കാൾ അനന്തമായ പൊട്ടൻഷ്യലുള്ള പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. മുംബൈ പോർട്ട് വന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് മഹാരാഷ്ട്ര സാമ്പത്തികമായി മെച്ചപ്പെട്ടത്, മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറിയത്. അതിനേക്കാൾ പൊട്ടൻഷ്യലുള്ള പോർട്ടാണ് വിഴിഞ്ഞത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറും. ധാരാളം തൊഴിലവസരങ്ങൾ വരും, ധാരാളം പണം തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ ഒഴുകും. സാമ്പത്തികമായി കോർപ്പറേഷനും മെച്ചപ്പെടും, നമ്മുടെ നഗരത്തിലെ ജനങ്ങൾ മെച്ചപ്പെടും, നിങ്ങൾ ഉൾപ്പെടുന്ന ചെറുപ്പക്കാർക്ക് കൈ നിറയെ ശമ്പളത്തിന് തിരുവനന്തപുരത്ത് ജോലി കിട്ടും. 2, ബാംഗ്ലൂരിനേക്കാളും ഹൈദരാബാദിനേക്കാളും IT ഡെവലപ്മെൻറ്റ് ഏറ്റവും സാധ്യത തിരുവനന്തപുരത്താണ്. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ 1ാമത്തെ IT നഗരമായി തിരുവനന്തപുരം മാറുന്നതോടെ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ഇവിടുത്തെ എല്ലാ മേഖലയിൽപ്പെട്ട IT ഫീൽഡ്, ടെക്നോ പാർക്ക്, സയൻറ്റിസ്റ്റുകൾ മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്, ഡ്രൈവർമാരുണ്ട്, സ്വീപ്പർമാരുണ്ട്, ഹോട്ടലുകളുണ്ട്, ഇവർക്കൊക്കെ ജോലി ലഭിക്കും. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഭീമാപള്ളി, വെട്ടുകാട് പള്ളി ഇവയെ ഏകോപിപ്പിച്ചുകൊണ്ട് പിൽഗ്രിം ടൂറിസം ഞങ്ങൾ മെച്ചപ്പെടുത്തും. അതിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ പിൽഗ്രിം ടൂറിസത്തിന് നിങ്ങൾ കോർപ്പറേഷൻ അധികാരത്തിൽ വരണമെന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കേന്ദ്ര കൾച്ചറൽ ടൂറിസം മിനിസ്ട്രിയുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ പരിശ്രമം നടത്തും. കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കും. അതോടുകൂടി ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ വരുമ്പോൾ അവർ പണം ചെലവഴിക്കും, നമ്മുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ 5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാർഡിയാക് സർജറി വിദേശ രാജ്യങ്ങൾ 45-50 ലക്ഷം രൂപയാണ്. നമ്മുടെ നാട്ടിൽ 50,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ദന്തൽ ട്രീറ്റ്മെന്റ് UK ഉൾപ്പെടെ രാജ്യങ്ങളിൽ 5 ലക്ഷം 10 ലക്ഷം രൂപയാണ്. നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, RCC, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പൂജപ്പുര പഞ്ചകർമ്മ, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, കളരി, അതുപോലെ തന്നെ യോഗ ചികിത്സ, ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഹബ്ബായി ട്രിവാൻഡ്രം മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ
കേരളത്തിൽ നിന്നുൾപ്പെടെ US, അമേരിക്കയിൽ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ കാർഡിയാക് സർജറിക്കും ദന്തൽ ട്രീറ്റ്മെന്റിനും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും രോഗികൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് അവർ പണം സ്പെൻഡ് ചെയ്യും. തിരുവനന്തപുരത്ത് സമസ്ത മേഖലയിൽ ഈ പണം ഒഴുകും. അപ്പോൾ തിരുവനന്തപുരത്ത് ധാരാളം ജോലി വേക്കൻസിയും വരും, അതോടൊപ്പം തന്നെ പണവും ഉണ്ടാകും. ഞാൻ പറയട്ടെ, ഇവരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങളായ തെരുവുനായ ശല്യം പരിഹരിക്കണം, മാലിന്യ പ്രശ്നം പരിഹരിക്കണം, ടൂറിസം പട്ടി ഓടിക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല. ദീപക്, നിങ്ങളുടെ ഭരണം ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്. അതായത് ഇപ്പോ പിന്നെ രാജേഷ് പറഞ്ഞ പ്രധാനമന്ത്രി വരും, ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പല്ലേ വയനാട് പ്രധാനമന്ത്രി വന്നത്. വയനാട് ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ നഗരസഭ പോലെ ജീവിച്ച് സമാധാനത്തോടെ ജീവിച്ചിരുന്ന പാവങ്ങളുടെ മുഴുവൻ സംഗതികളും ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതവും സ്വത്തും എല്ലാം പോയില്ലേ. ഈ പ്രധാനമന്ത്രി വന്ന് ഇവിടെ ഒരു വിസിറ്റൊക്കെ നടത്തി, എയർ വിസിറ്റൊക്കെ നടത്തി, അവിടെ വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ടാണ് പോയത്. 1 രൂപ ഈ പറയുന്ന പ്രധാനമന്ത്രി ഈ പറയുന്നത് കണക്കൊക്കെ നമ്മളെ സംസ്ഥാന ഗവൺമെന്റ് തരാൻ പറ്റുമോ? ഈ രാജേഷ് ചെയ്യേണ്ടത് എന്തെന്നറിയാവോ? 1,80,000 കോടി രൂപയാണ് നമ്മുടെ അർഹതപ്പെട്ട പണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കേണ്ടത്. അത് ഫെഡറൽ തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ആരുടെയും ഔദാര്യമല്ല ചോദിക്കുന്നത്. നമ്മുടെ അവകാശമാണ്. സാധാരണ ആളുകൾ കൊടുത്തിട്ടുള്ള ടാക്സിന്റെ അടിസ്ഥാനത്തിൽ പെടുത്തിയിട്ടുള്ള നമുക്ക് അർഹതപ്പെട്ട പണമാണ് ഇവിടെ കിട്ടേണ്ടത്. ഈ 1,80,000 കോടി രൂപ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് രാജേഷ് വാങ്ങിത്താ. ഈ നാട്ടിനകത്ത് ഈ രാജേഷ് പറഞ്ഞ കണക്ക് ഇവിടെ നഗരസഭയ്ക്കകത്ത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള മുഴുവൻ ആളുകൾ, ഇപ്പോൾ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ പിന്നെ നമ്മൾ മുക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പൂർണ്ണ അർത്ഥത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യും. കേരളത്തിനകത്തുള്ള ഈ നമ്മുടെ 20,000 പേരല്ല, 1 ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ ഈ വീട് വെച്ച് കൊടുത്തത് നമ്മുടെ ഈ പിന്നെ കോർപ്പറേഷൻ ലിമിറ്റിനകത്ത്. ഈ പറയുന്നത് പോലെ തന്നെ ഈ 20,000 പേർക്കാണ് ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ ആ 20,000 പേരല്ല, 1 ലക്ഷം ആളുകൾക്ക് കൂടി വീട് വെച്ച് കൊടുക്കാൻ തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയില്ല. പക്ഷേ ഈ പണം കിട്ടണ്ടേ? ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലുകല്ലേ ഇതെല്ലാം ചെയ്തതിനു ശേഷം തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ചുമ്മാ അഴിമതി എന്ന് പറയുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 5.5 വർഷം അല്ലെങ്കിൽ 6 വർഷം മുമ്പ് നടന്ന ഒരു പേപ്പർ രാജേഷ് എഴുതി കൊടുത്തിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്ത്. ഒരു ഏജൻസി ഇതിനെ സംബന്ധിച്ച് കുറ്റക്കാരാണെന്ന് അഴിമതി പറയുന്നതിനകത്തും ആക്ഷേപം പറയുന്നതിനകത്തും എന്ത് പ്രതിപക്ഷം കുറെ സമരം നടത്തിയെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സമരം വിജയിച്ചതായിട്ട് ഈ 5 വർഷം കാണാൻ വേണ്ടിയിട്ട് കഴിയുമോ? സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചോദ്യം ശബരിനാഥിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇന്നും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ മാനവീയ അടക്കം തന്നെ രാത്രി പകലോളം തന്നെ നിരവധിയാർന്നിട്ടുള്ള പെൺകുട്ടികളടക്കം ഇവിടെ വന്നിരുന്ന് പോകുന്ന സ്ഥിതിയുണ്ട്. നിലവിൽ സ്ത്രീകൾ സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റും നിലവിൽ നമ്മൾ നഗരസഭയടക്കം നിരവധിയായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികളടക്കം തന്നെ നടപ്പിലാക്കി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലടക്കം തന്നെ ഇത്തരത്തിൽ രാവെന്നോ പകലൊന്നും ഇല്ലാതെ പെൺകുട്ടികളടക്കം തന്നെ മികച്ച രീതിയിൽ സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. നിലവിൽ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ പരിശോധിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ട് അടക്കമുള്ള നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്ന ഒരു എം എൽ എ സംരക്ഷിക്കുന്ന ഒരു നിലയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോഴും കോൺഗ്രസ് അയാളെ ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥിതി പൊതുവായി കാണാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നതാണ്? ഇത് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് വി രാജേഷിനോടാണ്. കഴിഞ്ഞ പറഞ്ഞുപോയി, കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയും നമ്മുടെ നഗരത്തിലെ യുവാക്കൾക്ക് ജോലി നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുമ്പ് ലൈവാണ്, പരിശോധിക്കാം. പദ്ധതി നടപ്പിലാക്കും. അത് തൊഴിലടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം സാർ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ചോദിക്കാൻ നിന്നത്, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ എത്രയോ 10 ലക്ഷത്തിനടുത്ത് തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും വർഷം പിന്നിടുന്നു, 12 വർഷത്തേക്ക് നീങ്ങാൻ വേണ്ടി പോകുന്നു. ഒരു തൊഴിലവസരമെങ്കിലും രാജ്യത്തിലെ യുവാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ നൽകാൻ വേണ്ടി ശബരിനാഥൻ മറുപടി. തീർച്ചയായിട്ടും ആദ്യം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷ എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഏത് സമയം ഏതിടത്തിൽ പോകുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് അതിനുള്ള പ്രശ്നം ഒരു മാനവീയം വീതി കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല സ്ത്രീ സുരക്ഷ. അതിൽ മാനവീയ വീതി അതിൽ എത്രമാത്രം അതിപ്പോൾ നടക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ വീഥികളും സ്ത്രീകൾക്കും എല്ലാവർക്കും സുരക്ഷിതരായിട്ട് പോകാൻ പറ്റുന്ന വീഥികളാക്കി മാറ്റണം എന്നുള്ള ഉത്തരവാദിത്വം ഏതൊരു കോർപ്പറേഷനും. ഇപ്പം അങ്ങനെയല്ല എന്നുണ്ടോ?
അല്ല നമ്മൾ ചോദിച്ചു നമ്മുടെ ഐ ആം നോട്ട് വെരി ഷുവർ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ നഗരസഭയിൽ അങ്ങ് കഴക്കൂട്ടത്തിന് ഇപ്പുറം മുതൽക്ക് നമ്മൾ ഈ കാച്ചാണി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്നത് അതിനുള്ള സംവിധാനം ഇല്ല. നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണ്. നമുക്ക് ചില ഇടങ്ങളുണ്ട്, ആ ഇടങ്ങൾ നമ്മൾ കൂട്ടണം. ഇനി സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന വേറെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാരടക്കം. ആശാ വർക്കർമാർ ചോദ്യം അതായിരുന്നില്ല, സ്ത്രീ സുരക്ഷ. ഞാൻ അതിലേക്ക് എത്താം. ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അംഗൻവാടി വർക്കർമാരുടെ ആശാ വർക്കർമാർ അവരുടെ ജീവിതത്തിനുള്ള സുരക്ഷിതത്വം കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരും. തീർച്ചയായിട്ടും ആശാ വർക്കർമാരുടെ കഷ്ടത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ അവർ എത്രയോ ദിവസം സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാതെ അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മിനിറ്റിലിട്ടിരുന്ന എസ്.പി. ദീപകടക്കം നിൽക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നിലപാടായിട്ട് പോകും. പിന്നെ പറഞ്ഞ ചോദ്യം കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മറുപടി നൽകിയിട്ടുണ്ട്, പാർട്ടിയുടെ നേതാക്കൾ മറുപടി നൽകിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഇടതുപക്ഷം എടുത്തിട്ടുള്ള നയം എന്താണെന്ന് കൂടി പഠിക്കുക. ചാർജ് ഷീറ്റ് അടക്കം ചെയ്യപ്പെട്ട ആളുകൾ. അപ്പൊ അതിലേക്ക് രാജേഷ് എന്നോട് ചോദിച്ചല്ലോ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി 40 ദിവസം കഴിയുമ്പോൾ ഒന്നും ജോലി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞത് പ്രധാനം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തല്ലോ. നിങ്ങൾ ക്ലിക്കായല്ലോ. അതായത് അങ്ങ് അതിനെ അംഗീകരിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അങ്ങക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി ശബരി വന്നപ്പോൾ ഒന്നും തടസ്സപ്പെടുത്തിയില്ല. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്ര അങ്കലാപ്പ് LDF-നും UDF-നും പിന്നെ ദീപകിനും അങ്കലാപ്പ്. ഞാൻ പറയട്ടെ, അതായത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്തെ 25 വർഷത്തെ ഡെവലപ്മെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വ്യൂ പോയിന്റ് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. അതിനാവശ്യമായുള്ള ടെക്നിക്കൽ അഡ്വൈസറും പണവും തരും. അത് നടപ്പിലാക്കി ഇവിടെ തൊഴിൽ സാധ്യത ഉണ്ടാകുമ്പോൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് ജോലി ഉണ്ടാവും. ജോലി ചെയ്യാൻ തയ്യാറാവാതെ വീട്ടിലിരുന്നിട്ട് ഡയറക്ഷൻ വിട്ടുകൊണ്ടിരിക്കുക പാർട്ടി പ്രവർത്തനം നടത്തുന്നവർക്ക് ജോലി ഒരു കാരണത്തും പറ്റില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം പറയട്ടെ. അതായത് താങ്കൾ ചോദിച്ചു, ഞാൻ പറയട്ടെ, എന്നോട് ദേഷ്യപ്പെട്ട കാര്യമല്ല. താങ്കൾ ചോദിച്ചതിനാ മറുപടി പറയുന്നത്. സാറ് പറയുന്നത് എന്താണ്? ഈ വരുന്ന 45 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ യുവാക്കൾക്ക് ജോലി നൽകുന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 12 വർഷം മുമ്പ് നരേന്ദ്ര മോദി ഗവൺമെന്റ് എന്താണ് പറഞ്ഞു വെച്ചാൽ യുവാക്കളോട് തൊഴിൽ നൽകുന്നതാണ്. 10 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുന്നു പറഞ്ഞു. എവിടെ തൊഴില്? തൊഴിൽ നൽകും തിരുവനന്തപുരം. മറുപടിയാ പറയുന്നത്. അല്ല താങ്കളുടെ ഞാൻ തർക്കിക്കാനൊന്നുമില്ല, താങ്കൾ കൃത്യം ജയിച്ചോളൂ. ഞാൻ താങ്കൾ ചോദിച്ച വിനയപരസൊരു മറുപടി പറയട്ടെ. നരേന്ദ്രമോദി 10 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞു. ജോലി ചെയ്യാനായിട്ട് തയ്യാറുള്ള ശരീരം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ അവസരമുണ്ട്. വൈറ്റ് കോളർ ജോലി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ജോലിയുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 3ാമതും അധികാരം. ഇനി സ്ത്രീ സുരക്ഷയെ കുറിച്ച് താങ്കൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മാനവീയം വീതി കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സുരക്ഷയെ കുറിച്ചൊന്നും ഒരുപാട് പറയട്ടെ സുഹൃത്തെ സ്ത്രീ താങ്കൾ എന്നെ ₹1000 കോടി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് നൽകുമ്പോൾ ബാക്കി സംസ്ഥാന ഗവൺമെന്റും. അല്ല, അങ്ങ് മണ്ടനാവുന്നതാണ്, ഞാൻ ആക്കാൻ ശ്രമിച്ചതല്ല. അതായത് അങ്ങ് സ്വയം മണ്ടനാണെന്ന് പറയുന്നത്. കാരണം ഞാൻ അല്ലല്ല ഈ മണ്ടൻ എന്നുള്ള ഞാൻ പറയട്ടെ, ഒന്നും പറഞ്ഞില്ല. അങ്ങ് ഷൗട്ടൊന്നും ചെയ്യണ്ട. അങ്ങ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പദ്ധതികളിലും നിശ്ചിത ശതമാനം ഷെയർ ഗുണഭോക്താവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംസ്ഥാന സർക്കാർ ഇടേണ്ടതാണ്. അത് ഇംപ്ലൈഡ് ആണ്, അത് നിയമമാണ്. അത് അറിയാത്തവർ അത് പഠിച്ചിട്ട് സംസാരിക്കണം. ഞാൻ 1000 കോടിയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ ഞാൻ അജിംസനോട് പറയട്ടെ, സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു. ഈ മാനവീയ വീതിയുടെ സ്ത്രീ സുരക്ഷയൊന്നും വെളിയിൽ പറയണ്ട. ആംബിയറുള്ള നട്ടലുള്ള ഒരു പോലീസ്, ഒരു CI SI അവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവർ നെഞ്ചും വിരിച്ച് ഇവിടെ ഇറങ്ങി 2-3 ആഴ്ച നിന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മര്യാദയ്ക്ക് നടക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ നടന്ന തോന്നിയാസങ്ങളെ കുറിച്ച് ഞാൻ എന്നെ കൊണ്ട് മൈക്ക് കൂടെ പറയിപ്പിക്കുന്നു. 2 പോലീസ് ഓഫീസർമാർ കേന്ദ്ര ഫണ്ട് കൊണ്ടുവരും. ഇത് വലിയ വാഗ്ദാനമാണ്. തിരുവനന്തപുരത്ത് ജനങ്ങൾ ചിലപ്പോൾ അഭിനന്ദിക്കണം പോലീസുകാരെ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളെല്ലാം BJP ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട്.
15 ലക്ഷം പേർക്ക് പിന്നെ 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടന്നാൽ മതി. നിങ്ങളെല്ലാം അക്കൗണ്ട് തുടങ്ങിയേക്കണമെന്നാണ് പറഞ്ഞത്. പാവപ്പെട്ട ആളുകളെല്ലാവരും കൂടി പോയി അക്കൗണ്ട് തുടങ്ങി ഇന്ന് വരും നാളെ കിടന്ന് വർഷം എത്രയായി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്രോൾ വില ഡീസൽ പകുതിയാക്കുമെന്ന് പറഞ്ഞ് എന്തെല്ലാം പിന്നെ സമരങ്ങളാണ് നമ്മളിവിടെ നടത്തിയത്. ഇപ്പോഴും അവർ പറയാം റേഷനൊക്കെ ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. എത്ര രൂപയുടെ കൊള്ളയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പാവപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഈ പെട്രോൾ ഡീസൽ ഗ്യാസ്. നിങ്ങൾ ഗ്യാസ് പിന്നെ വീട്ടിനകത്ത് എവിടെയെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലുള്ള പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ തരും. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ മുഖം വികൃതമാണെന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 1 രൂപ സംഭാവന കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഇതൊരു യൂണിയൻ ഗവൺമെന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് എന്തെങ്കിലും ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇവിടുത്തെ സംവിധാനത്തിനകത്ത് നമുക്ക് കഴിയുന്നത്. അതുപോലെ എന്തും ചെയ്യാം. നരേന്ദ്രമോദി നേരിട്ട് വരുമെന്ന് പറഞ്ഞത്, നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഇവിടെ വന്ന് എത്രയോ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു പോയിട്ടുള്ളത്. എത്രയോ പ്രാവശ്യം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും പ്രധാനമന്ത്രിയും ഒക്കെ അവിടെ പോയി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിന് അർഹമായി കിട്ടേണ്ട പണം ഈ പറയുന്നത് പോലെ തരണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പണം ഇത് ഈ പറയുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനുണ്ട്. ഞാൻ പറയട്ടെ, ലൈഫ് പദ്ധതി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ? ഭക്ഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത്? വയനാട്ടില് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ കൊടുത്ത പൈസയുടെ കണക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ച് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ കൊടുക്കുന്ന പൈസ വെറുതെ വഴിയാധാരത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് പൈസ കൊടുക്കില്ല? ആയിക്കോട്ടെ, നരേന്ദ്രമോദി ഗവൺമെന്റ് പൈസ കൊടുത്തു കഴിയുമ്പോ ആ കൊടുക്കുന്ന പൈസ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ വയനാട് പൈസ കൊടുക്കുന്നത്, ഒന്ന് പറയൂ പ്ലീസ്. എത്ര രൂപയാണെന്നൊന്ന് പറയൂ പ്ലീസ്. എത്രയോ പൈസ കൊടുത്തു? എത്ര പൈസ കൊടുത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്രയോ പൈസ നിങ്ങളെ പോലെ വിഡ്ഢികളായിട്ടുള്ള നമ്മുടെ നാട്ടിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഒരു പൈസ പോലും കൊടുക്കാതെ ഈ കേരളത്തിനോട് കാണിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും അങ്ങേറ്റം അംഗീകരിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ തത്വത്തിന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്താണെന്നുള്ളത് സാധാരണ ആളുകൾക്ക് അറിയാം. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. തെരഞ്ഞെടുപ്പ് 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് നമ്മുടെ സാധാരണ ആളുകളുടെ പ്രതിഷേധമായിരിക്കും ഈ സമരത്തിന് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് വരാൻ വേണ്ടി കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ നേരിടേണ്ടി വരും. അല്ല, തീർച്ചയായിട്ടും എനിക്കതിലുള്ള പ്രശ്നം ശ്രീ വി രാജേഷ് പറഞ്ഞു, BJP അധികാരത്തിൽ വന്നാൽ 40 ദിവസത്തിനകത്ത് നരേന്ദ്രമോദി വന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകത്തില്ല. അവർ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഭരണ നഗരസഭ വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന് വന്ന് പ്രോഗ്രാമുകൾ പങ്കെടുക്കാം. ഇതിലെ പ്രശ്നം എന്താണെന്നറിയാമോ? കോമഡി പറയരുത്. 8 എങ്ങനെ 52 ആവണത്? 35 52 ആണോ മനസ്സിലാക്കുക? 8 എങ്ങനെ 52 ആവും? 8 ആണോ 35 ആണോ എളുപ്പം 52 ആക്കാൻ? നിങ്ങൾ പറയുന്നു ഭരണം മാറണം, ജനങ്ങൾ പറയുന്നു ഭരണം മാറണം, ഞങ്ങൾ പറയുന്നു ഭരണം മാറണം. ഭരണം മാറണം പ്രതിപക്ഷത്തെ നിങ്ങൾ ആകവത്തം മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരുടെ ആൾക്കാരാണ്. അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ രാജേഷ് എന്ത് തെറ്റായിട്ടുള്ള സമീപനമാണ്. സ്റ്റേറ്റിന്റെ ഫണ്ട് വേണ്ട, എല്ലാം നമ്മൾ ചെയ്തോളാം, അല്ലെങ്കിൽ വേണ്ടെന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല. ഇവിടെ ആര് മാജിക് നമ്പർ തൊടും, ഏതക്കം മാജിക് നമ്പറിലേക്ക് എത്തും എന്നുള്ള തർക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ചൂടേറിയ വാശിയേറിയ പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിയും. ബിഗ് ഫൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.